നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളുള്ളതേ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഊട്ടിക്കൊരു 10-32 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് കോടനാട് വ്യൂ പോയിൻറ്റും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. മെയിനായിട്ട് ഫുഡിൻ്റെ കാഴ്ചകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ വ്യൂ പോയിൻറ്റിലേക്കൊന്ന് പോയിട്ട് വരാം. കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള റോഡ്, അതും നല്ല ഭംഗിയിൽ ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റിയൊരു പ്ലേസ്. കോടനാട് വ്യൂ പോയിൻറ്റിലേക്കാണ് പോണത്. കോട്ടഗിരിയിൽ നിന്നൊരു 18 കിലോമീറ്ററും ഊട്ടിയിൽ നിന്നൊരു 47 കിലോമീറ്ററൊക്കെ ഉണ്ടാവും ഏകദേശം. അപ്പോൾ കണ്ടില്ലേ, മനോഹരമായ പാത. നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റ് ഈ ഒരു പ്രദേശത്താണ്. ഞങ്ങൾ വന്ന ടൈം കാലാവസ്ഥ അനുയോജ്യമല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പച്ചപ്പൊന്നുമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നിയത്. എന്നാലും ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ്. ഇതേ താഴെ മോയാർ നദിയും അതിൻ്റെ ആ ചുറ്റുവട്ടമായിട്ട് സത്യമംഗലം കാടുകളാണ്. അതുകൂടാതെ തന്നെ ഭവാനി സാഗർ ഡാമും ഇതിൻ്റെ തൊട്ട് ചേർന്നാണ്. ഇത് കണ്ടില്ലേ, വലതുവശത്ത് ആ അറ്റത്തായിട്ട് മോയാർ നദിക്കൊപ്പം തന്നെ ഭവാനി സാഗർ ഡാമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ ഫുഡിനായിട്ട് വന്ന് ചേർന്നിട്ടാണ്. നമ്മളെ കോട്ടഗിരിയിലുള്ള മന്ന ഹോട്ടലിലുണ്ട്. അവിടെ 2-3 ഷോപ്പുകൾ വരികയുണ്ട്. എന്തായാലും ഇതേ നമ്മൾ വന്ന പാടെ നമുക്ക് വാഴല, നല്ല പച്ചപ്പിലുള്ള വാഴല ഇട്ടുകയാണ്. എന്നിട്ട് ഇവരുടെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ പള്ളിപ്പാളയം. എൻ്റെ മോനെ, അതായത് വലിയ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒരു മസാല രൂപത്തിൽ കുക്ക് ചെയ്തെടുത്തൊരു കിടുക്കാച്ചി ഐറ്റം. എന്തായാലും അത് നമ്മൾ ഓർഡർ ചെയ്ത്, അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ആവി പറക്കണ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായത്. ആ ഒരു ബിരിയാണിയും അതിൻ്റെ ഒരു മസാലയുടെയൊക്കെ മണം നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. കൂടാതെ അവർ അതിൻ്റെ ഒപ്പം തന്നെ സാലഡും അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രേവിയും തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ആ ബിരിയാണിയിലെ ചിക്കനാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ ബിരിയാണിയിൽ നിന്നൊക്കെ ചിക്കൻ ഇങ്ങനെ അടത്തിയെടുക്കാനൊക്കെ പാടുപെടുമ്പോൾ ഇത് നല്ല സോഫ്റ്റിൽ നമ്മളൊരു 2 വിരലൊക്കെ വെച്ച് വെറുതെ കിള്ളിയെടുത്ത് തിന്നാൻ പറ്റിയ രീതിയിലുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുപോലെ അതിൻ്റെ മസാലക്കൂട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നമ്മളുടെ കൂടെ ഉള്ളവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട്. പിന്നെ വന്ന ഐറ്റമാണ് ദേ ഈ കാണുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാൻ ഇന്നേവരെ കഴിച്ചതിൽ ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ശരിക്കും നല്ല രീതിയിൽ ഫ്രൈ ചെയ്താണ്, പൊരിച്ചാണ് ഇട്ടേക്കണത്. അതും നമ്മൾക്ക് ആ നേരത്തെ തന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു കുളമ്പ് എന്നൊക്കെ പറയും, ആ സാധനവും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ്. എന്തായാലും ഫ്രൈഡ് റൈസും കലക്കി. കണ്ടില്ലേ, ചിക്കൻ വറുത്ത് പൊരിച്ചിങ്ങനെ ഇട്ടേക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല ഭക്ഷണം, കുറേ അധികം തിന്നണേക്കാളും നല്ലത് നല്ല ഭക്ഷണം കുറച്ചീച്ച തിന്നിട്ട് ആ രുചി ഇങ്ങനെ മനസ്സിൽ നിർത്തണം. കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫുഡ് വേസ്റ്റ് ആക്കാതെ കഴിക്കാൻ പറ്റി. എന്തായാലും ഈ ഒരു മന്ന ഹോട്ടലിലെ ഫുഡ് നമുക്ക് എന്തായാലും ഇഷ്ടമായിട്ടാണ്. നിങ്ങൾ കോട്ടഗിരിയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിവിടെ കയറി ഭക്ഷണം കഴിച്ചോ. അവിടെ ടൗണിൽ തന്നെയാണ്. എന്തായാലും നല്ല ഫുഡും നല്ല കാഴ്ചകളും തന്ന കോട്ടഗിരിയോട് ബൈ ബൈ പറഞ്ഞ് പോകും. ഇനി അതിമനോഹരമായ കാഴ്ചകളും ഭക്ഷണ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ. ടാറ്റ.